ഡെലിവറി കഴിഞ്ഞ് പിറ്റേന്ന് മോർണിംഗിൽ ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഫുഡൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയും അതുപോലെ തന്നെ കുബൂസും അമ്മൂസും പിന്നെ ജാമും ചീസും സാലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതൊന്നും രാവിലെ തന്നെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് സാലഡും ചായയൊക്കെ കുടിച്ചു, പിന്നെ സാലഡ് കഴിച്ചു. പിന്നെ കുറച്ച് തന്നെ ഫുഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു 6 മണി ഒരു 7 മണി ടൈമായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ മോളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്ന് ചെക്കെല്ലാം ചെയ്തു. ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവനിങ്ങോടുകൂടി ഡിസ്ചാർജ് ആവും ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് ഇന്നും ഒരു ഗിഫ്റ്റ്സിൻ്റെ പാക്കേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പമ്പേഴ്സും ക്രീംസൊക്കെയാണ് ഇട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 10 മണിയായപ്പോൾ ഈ ഒരു ബന്നും ഒരു ചായയും കൂടെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബന്ന് നല്ല സോഫ്റ്റ് ഉണ്ടായി. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട്, ഉള്ളിൽ ചീസൊക്കെ ആയിട്ട്. അപ്പോൾ അതും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാനൂടെ. അപ്പം ദോശയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ ദോശയും കഴിച്ചു. പിന്നെ ലഞ്ചിന് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഫുഡാണ് കേട്ടോ ഇത്. ഇതുവരെ എന്താണ് മജ്ബൂസാണോ എന്താണെന്ന് കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും അറിയില്ല. ഇങ്ങനൊരു ചോറും ചിക്കൻ പൊരിച്ചതും സാലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നമുക്കൊരു ഗിഫ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈപ്സും പിന്നെ അതുപോലെ തന്നെ ഷാമ്പും ഓയിലൊക്കെ വരുന്ന ഒരു പാക്കേജും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഡിസ്ചാർജായിട്ട്. അപ്പം എനിക്ക് നടക്കാൻ സ്റ്റിച്ചിൻ്റെ വേദനകളോട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ വീൽ ചെയറിലാണ് കേട്ടോ പോയത്. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ഡിസ്ചാർജായി അൽഹംദുലില്ലാ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. ബൈ.